ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്ക് ടൈൽസിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു മഷ്റൂം മസാല റോസ്റ്റ് ഉണ്ടാക്കിയാലോ? ഞാനിവിടെ 3 പേർക്ക് വേണ്ട റോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആദ്യം നന്നായി കഴുകി വൃത്തിയാക്കി വെച്ച ഒരു മീഡിയം സൈസിലുള്ള 5 മഷ്റൂം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. പിന്നെ അധികം വലുതല്ലാത്ത ഒരു തക്കാളി, മീഡിയം സൈസിലുള്ള 2 സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില എന്നിവ ചെറുതായി കട്ട് ചെയ്ത് വയ്ക്കുക. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായി കഴിഞ്ഞാൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇവിടെ ഞാൻ കുറഞ്ഞ അളവിലെ എണ്ണ എടുത്തിട്ടുള്ളൂ. എണ്ണ ഇത്തിരി ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ മുറിച്ചു മാറ്റി വെച്ച സവാള ഇടുക. നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്താൽ സവാള വളരെ പെട്ടെന്ന് തന്നെ വഴന്നു വരും. സവാള വഴന്നു വന്നാൽ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് എന്നിവ ചേർക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കുക. അതിനുശേഷം ഇതിലേക്ക് മുറിച്ചു വെച്ച തക്കാളി ചേർത്ത് ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. തക്കാളി അല്പം വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക്, 1/2 സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/4 സ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക. ശേഷം ഇതിലേക്ക് 1/4 കപ്പ് ചൂടുവെള്ളം ചേർത്ത് നന്നായി ഇളക്കുക. ഈ സമയം ഉടയാൻ ബാക്കിയുള്ള തക്കാളി ഉടച്ചു കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇത് നന്നായി മിക്സായി കഴിഞ്ഞാൽ മുറിച്ചു മാറ്റി വച്ചിരിക്കുന്ന മഷ്റൂം ഈ ഗ്രേവിയിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് ചെറു തീയിൽ വേവിക്കുക. ഇടയ്ക്ക് തുറന്നു നോക്കി ഇളക്കി കൊടുക്കാൻ മറക്കരുത്. വീണ്ടും ഒരു 1/4 കപ്പ് തിളച്ച വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കുക. ഗ്രേവി കുറുകി ഈ പരുവത്തിലായി കഴിഞ്ഞാൽ അല്പം കുരുമുളക് പൊടി വിതറി നന്നായി മിക്സ് ചെയ്ത് ഗ്യാസ് ഓഫാക്കുക. കുരുമുളക് പൊടി ഓപ്ഷണലാണ് കേട്ടോ. കുരുമുളകിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെടാത്തവർക്ക് ഈ സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് മഷ്റൂം റോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ ചേർത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിച്ചേക്കണേ. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ.